1987 ജൂൺ 24-ന് ദക്ഷിണ അമേരിക്കയിലെ അർജന്റീനയിലെ റൊസാരിയോ എന്ന നഗരത്തിലാണ് ലയണൽ ആന്ദ്രേസ് മെസ്സി ജനിച്ചത്. സാധാരണ തൊഴിലാളി കുടുംബത്തിലാണ് അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജോർജ് മെസ്സി ഒരു ഫാക്ടറി തൊഴിലാളിയായിരുന്നു. അമ്മ സെലിയ മെസ്സി ഒരു ഗൃഹിണിയായിരുന്നു. മെസ്സിയുടെ കുടുംബം വളരെ സമ്പന്നമല്ലാത്തതായിരുന്നു, പക്ഷേ അവിടെ ഉണ്ടായിരുന്നത് സ്നേഹവും പിന്തുണയുമായിരുന്നു. കുട്ടിക്കാലം മുതൽക്ക് തന്നെ മെസ്സിക്ക് കളികളോടും പ്രത്യേകിച്ച് ഫുട്ബോളിനോടും വലിയ താല്പര്യമുണ്ടായിരുന്നു. വീടിനടുത്തുള്ള മൈതാനങ്ങളിൽ അദ്ദേഹം പന്തടിച്ച് കളിക്കുന്നത് പതിവായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ മെസ്സിയുടെ കഴിവ് നാട്ടുകാരെ അത്ഭുതപ്പെടുത്തി. മറ്റു കുട്ടികൾ സാധാരണയായി കളിക്കുമ്പോൾ മെസ്സി പന്ത് നിയന്ത്രിക്കുന്നതിലും ഡ്രിബ്ലിങ്ങിലും അസാധാരണമായ കഴിവ് തെളിയിച്ചു. മെസ്സിയുടെ ഫുട്ബോൾ യാത്ര വളരെ ചെറുപ്പത്തിൽ തന്നെ ആരംഭിച്ചു. 5-ാം വയസ്സിൽ അദ്ദേഹം തൻ്റെ ആദ്യ ക്ലബ്ബായ ഗ്രാൻഡോളിയിൽ കളിക്കാൻ തുടങ്ങി. അവിടെ അദ്ദേഹം കോച്ചായിരുന്നത് സ്വന്തം അച്ഛനായിരുന്നു. ആ ക്ലബ്ബിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെസ്സിയുടെ കഴിവ് വേഗത്തിൽ വളർന്നു. ചെറുപ്പമായിരുന്നെങ്കിലും പന്ത് കൈകാര്യം ചെയ്യുന്നതിൽ അദ്ദേഹം വളരെ മികച്ചവനായിരുന്നു. കുറച്ചു കാലഘട്ടത്തിനുള്ളിൽ തന്നെ മറ്റു കോച്ചുകളും ഫുട്ബോൾ ആരാധകരും മെസ്സിയെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ കളി ഭാവിയിൽ വലിയ താരമാകുമെന്ന പ്രതീക്ഷ ആളുകളിൽ ഉണ്ടാക്കി. മെസ്സി പിന്നീട് പ്രശസ്ത ക്ലബ്ബായ ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൻ്റെ യുവ ടീമിൽ ചേർന്നു. ഈ ക്ലബ്ബിൽ കളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കഴിവ് കൂടുതൽ വളർന്നു. ഈ ടീമിൽ മെസ്സി നിരവധി ഗോളുകൾ നേടി. അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് കഴിവും വേഗതയും മറ്റു കുട്ടികളിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രകടനം കണ്ടപ്പോൾ കോച്ചുകളും ആരാധകരും മെസ്സിയെ ഭാവിയിൽ വലിയ താരമായി കാണാൻ തുടങ്ങി. മെസ്സിയുടെ മനസ്സിൽ ചെറുപ്പം മുതൽ തന്നെ ഒരു വലിയ സ്വപ്നമുണ്ടായിരുന്നു. ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരങ്ങളിൽ ഒരാളാവുക എന്നതായിരുന്നു ആ സ്വപ്നം. ആ സ്വപ്നം നേടാൻ അദ്ദേഹം ദിവസവും പരിശീലനം നടത്തി. പലപ്പോഴും മറ്റു കുട്ടികൾ കളി നിർത്തിയ ശേഷവും മെസ്സി പരിശീലനം തുടരും. ഈ പരിശ്രമം പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ നേടാൻ സാധിച്ചു. മെസ്സിക്ക് 10 വയസ്സുള്ളപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗം കണ്ടെത്തി. ഇത് അദ്ദേഹത്തിൻ്റെ ശരീര വളർച്ചയെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമായിരുന്നു. ഈ രോഗത്തിൻ്റെ ചികിത്സ വളരെ ചെലവേറിയതായിരുന്നു. ദിവസേന ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നതിനാൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി. എങ്കിലും മെസ്സി തൻ്റെ സ്വപ്നം ഉപേക്ഷിച്ചില്ല. എല്ലാ ബുദ്ധിമുട്ടുകളെയും മറികടന്ന് ഫുട്ബോളിനെ മുന്നേറണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. മെസ്സിക്ക് കണ്ടെത്തിയ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് $1000 ചിലവാക്കുന്ന ചികിത്സയാണ്. സാധാരണ തൊഴിലാളിയായിരുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛന് ഈ ചിലവ് വഹിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ചികിത്സ ലഭിക്കാതെ പോയാൽ മെസ്സിയുടെ ശരീര വളർച്ച നിലച്ചു പോകുമെന്നതാണ് ഡോക്ടർമാർ പറഞ്ഞത്. അതുകൊണ്ട് കുടുംബം വലിയ ആശങ്കയിലായിരുന്നു. ഫുട്ബോൾ കളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നം പോലും നഷ്ടപ്പെടുമോ എന്ന ഭയം അവർക്കുണ്ടായി. എങ്കിലും മെസ്സിയുടെ കുടുംബം അദ്ദേഹത്തെ പിന്തുണച്ചു. എത്ര ബുദ്ധിമുട്ടുണ്ടായാലും മെസ്സിയുടെ സ്വപ്നം തകർന്നു പോകാൻ അവർ സമ്മതിച്ചില്ല. മെസ്സിയുടെ അസാധാരണമായ കഴിവ് പിന്നീട് യൂറോപ്പിലെ വലിയ ക്ലബ്ബുകളുടെ ശ്രദ്ധയിൽപ്പെട്ടു. പ്രത്യേകിച്ച് സ്പെയിനിലെ പ്രശസ്ത ക്ലബ്ബായ FC ബാഴ്സലോണയുടെ സ്കൗട്ടുകൾ അദ്ദേഹത്തെ ശ്രദ്ധിച്ചു. ഒരു പരീക്ഷണ മത്സരത്തിൽ മെസ്സിയുടെ കളി കണ്ടപ്പോൾ ബാഴ്സലോണയുടെ പരിശീലകർ അത്ഭുതപ്പെട്ടു. ചെറുപ്പമാണെങ്കിലും പന്ത് നിയന്ത്രിക്കുന്ന കഴിവും ഡ്രിബ്ലിങ്ങും ലോകതലത്തിലുള്ളതെന്ന് അവർ തിരിച്ചറിഞ്ഞു. അവിടെ തന്നെ മെസ്സിക്ക് ഒരു വലിയ അവസരം ലഭിച്ചു. ബാഴ്സലോണ അദ്ദേഹത്തെ അവരുടെ അക്കാദമിയിൽ ചേർക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചു. മെസ്സിയുടെ ജീവിതം മാറ്റിമറിച്ച ഒരു നിമിഷം പിന്നീട് സംഭവിച്ചു. ബാഴ്സലോണ ക്ലബ്ബ് അദ്ദേഹത്തെ അവരുടെ പ്രശസ്ത അക്കാദമിയിൽ ചേർക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏറ്റവും വലിയ ആശ്വാസം ലഭിച്ചത് മറ്റൊരു കാരണത്താലായിരുന്നു. മെസ്സിയുടെ ചികിത്സാ ചെലവ് മുഴുവൻ ക്ലബ്ബ് ഏറ്റെടുക്കാമെന്ന് അവർ അറിയിച്ചു. ഈ തീരുമാനം മെസ്സിയുടെ ജീവിതത്തിൽ ഒരു വലിയ വഴിത്തിരിവായി. അതോടെ അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജീവിതം വീണ്ടും ജീവിച്ചു. 13 വയസ്സുള്ളപ്പോൾ മെസ്സിയും കുടുംബവും സ്പെയിനിലേക്ക് കുടിയേറി. പുതിയ രാജ്യം, പുതിയ സംസ്കാരം, പുതിയ ഭാഷ എല്ലാം അദ്ദേഹത്തിന് ഒരു വലിയ മാറ്റമായിരുന്നു. ആദ്യകാലത്ത് മെസ്സിക്ക് പുതിയ ജീവിതയോട് പൊരുത്തപ്പെടാൻ എളുപ്പമല്ലായിരുന്നു. കുടുംബത്തെയും പഴയ സുഹൃത്തുക്കളെയും വിട്ടുമാറി ജീവിക്കുന്ന അദ്ദേഹത്തിന് ബുദ്ധിമുട്ടായി. എങ്കിലും തൻ്റെ സ്വപ്നം നേടാനുള്ള ആഗ്രഹം അദ്ദേഹത്തെ മുന്നോട്ട് നയിച്ചു. ഫുട്ബോളിൽ ജയിക്കണം എന്ന ലക്ഷ്യം അദ്ദേഹത്തെ ശക്തനാക്കി. മെസ്സി ബാഴ്സലോണയുടെ പ്രശസ്ത അക്കാദമിയായ ലാമാസിയയിൽ പരിശീലനം ആരംഭിച്ചു. ലോകത്തെ മികച്ച യുവതാരങ്ങൾ ഇവിടെ പരിശീലനം നേടുന്ന സ്ഥലമാണിത്. ഇവിടെ മെസ്സിയുടെ കഴിവ് കൂടുതൽ വളർന്നു. കോച്ചുകൾ അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ്, വേഗത, പന്ത് നിയന്ത്രണം എന്നിവ കണ്ട് അത്ഭുതപ്പെട്ടു. കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ മെസ്സി അക്കാദമിയിലെ ഏറ്റവും മികച്ച യുവതാരങ്ങളിൽ ഒരാളായി മാറി. ലാമാസിയയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ശേഷം മെസ്സിക്ക് വലിയ അവസരം ലഭിച്ചു. 2004-ൽ അദ്ദേഹം ആദ്യമായി FC ബാഴ്സലോണയുടെ സീനിയർ ടീമിൽ കളിക്കാൻ അവസരം നേടി. അത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിമിഷങ്ങളിലൊന്നായിരുന്നു. ചെറുപ്പത്തിൽ സ്വപ്നം കണ്ട ക്ലബിനായി കളിക്കാൻ അവസരം ലഭിച്ചത് മെസ്സിയെ ഏറെ സന്തോഷിപ്പിച്ചു. ആ മത്സരത്തിൽ അദ്ദേഹം ലോകത്തിന് തൻ്റെ കഴിവ് തെളിയിക്കാൻ തുടങ്ങി. ഫുട്ബോൾ ലോകം പതിയെ യുവതാരത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. മെസ്സിയുടെ പ്രകടനം ഓരോ വർഷവും മെച്ചപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ വേഗതയും ഡ്രിബ്ലിങ്ങും ഗോൾ സ്കോറിങ്ങും കഴിവും ആരാധകരെ അത്ഭുതപ്പെടുത്തി. ബാഴ്സലോണ ടീമിനോടൊപ്പം അദ്ദേഹം നിരവധി പ്രധാന മത്സരങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. ടീം വിജയിക്കുമ്പോൾ മെസ്സിയുടെ പങ്ക് വളരെ പ്രധാനമായിരുന്നു. ഇതുകൊണ്ട് അദ്ദേഹം ലോകത്തിലെ മികച്ച യുവതാരങ്ങളിൽ ഒരാളായി പരിഗണിക്കപ്പെട്ടു. മെസ്സിയുടെ അസാധാരണ പ്രകടനം കാരണം ലോകമെമ്പാടുമുള്ള ആരാധകർ അദ്ദേഹത്തെ ശ്രദ്ധിക്കാൻ തുടങ്ങി. പല ഫുട്ബോൾ വിദഗ്ധരും
ഭാവിയിലെ വലിയ താരമായി വിശേഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ കളി കാണാൻ ആളുകൾ സ്റ്റേഡിയത്തിൽ എത്തി തുടങ്ങി. ടെലിവിഷനിലൂടെയും ലക്ഷക്കണക്കിന് ആളുകൾ അദ്ദേഹത്തിൻ്റെ കളി കാണാൻ തുടങ്ങി. അങ്ങനെ മെസ്സി ലോക ഫുട്ബോളിൽ ഒരു വലിയ താരമായി മാറാൻ തുടങ്ങി. മെസ്സിയുടെ മികച്ച പ്രകടനം കാരണം അദ്ദേഹം പല പുരസ്കാരങ്ങളും നേടി. ലോകത്തിലെ മികച്ച ഫുട്ബോൾ താരത്തിന് നൽകുന്ന ബാലൺ ഡി ഓർ പുരസ്കാരം അദ്ദേഹം പല തവണ നേടി. ഈ പുരസ്കാരത്തിന് നേടുന്ന വളരെ വലിയ നേട്ടമാണ്. ലോകത്തിലെ മികച്ച താരങ്ങൾക്കാണ് സാധാരണയായി ഇത് ലഭിക്കുന്നത്. ഈ നേട്ടം മെസ്സിയെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളാക്കി. മെസ്സി തൻ്റെ കരിയറിൽ നിന്നും നിരവധി റെക്കോർഡുകൾ സ്ഥാപിച്ചു. ഒരു സീസണുകളിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരമായി അദ്ദേഹം മാറി. അദ്ദേഹത്തിൻ്റെ ഡ്രിബിളിംഗ് കഴിവ് ലോകത്തിലെ ഏറ്റവും മികച്ചതെന്ന് പലരും അഭിപ്രായപ്പെട്ടു. പുതുതായി ഓടുമ്പോൾ പ്രതിരോധ താരങ്ങൾക്ക് അദ്ദേഹത്തെ തടയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. ഇതുതന്നെ കണ്ടുതന്നെ മെസ്സിയെ പലരും ഫുട്ബോളിൻ്റെ മായാജാലക്കാരൻ എന്ന് വിളിക്കാൻ തുടങ്ങി. മിശിഹ. മെസ്സി തൻ്റെ രാജ്യമായ അർജൻറ്റീനയുടെ ദേശീയ ടീമിനായി കളിക്കാൻ വേണ്ടി തുടങ്ങി. രാജ്യത്തിനായി കളിക്കുന്ന അദ്ദേഹത്തിന് വലിയ അഭിമാനമായിരുന്നു. എങ്കിലും തുടക്കത്തിൽ ദേശീയ ടീമിനോടൊപ്പം വലിയ വിജയങ്ങൾ ലഭിച്ചില്ല. പല പ്രധാന മത്സരങ്ങളിലും ടീം ഫൈനലിൽ എത്തിയെങ്കിലും വിജയിക്കാൻ കഴിഞ്ഞില്ല. ഈ തോൽവികൾ മെസ്സിയെ മാനസികമായി വളരെ ബാധിച്ചു. ദേശീയ ടീമിനോടൊപ്പം വിജയങ്ങൾ ലഭിക്കാത്തതിനാൽ ചിലർ മെസ്സിയെ വിമർശിക്കാൻ തുടങ്ങി. ചിലർ പറഞ്ഞു അദ്ദേഹം ക്ലബിനായി മികച്ചതെങ്കിൽ രാജ്യത്തിനായി അത്ര മികച്ചതല്ലെന്ന്. ഈ വിമർശനങ്ങൾ മെസ്സിയെ ഏറെ വേദനിപ്പിച്ചു. അദ്ദേഹം ഒരിക്കലും പരിശ്രമം നിർത്തിയില്ല. തൻ്റെ രാജ്യത്തിനായി ഒരു ദിവസം വലിയ വിജയം കൊടുക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഒരു വലിയ തോൽവിക്ക് ശേഷം മെസ്സി ദേശീയ ടീമിൽ നിന്നും വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ഈ വാർത്ത ലോക ഫുട്ബോളിനെ ഞെട്ടിച്ചു. ആരാധകർക്ക് ഇത് വിശ്വസിക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. കാരണം മെസ്സി ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നു. ഈ തീരുമാനം അർജൻറ്റീനയിലെ ആളുകളെ ഏറെ ദുഃഖിതരാക്കി. ആരാധകരുടെ വലിയ പിന്തുണയും സ്നേഹവും കണ്ട ശേഷം മെസ്സി വീണ്ടും ദേശീയ ടീമിലേക്ക് മടങ്ങി. അദ്ദേഹം ടീമിനായി കളിക്കാൻ തീരുമാനിച്ചു. ഈ തിരിച്ചുവരവ് അർജൻറ്റീന ടീമിന് വലിയ ആത്മവിശ്വാസം നൽകി. ആരാധകരും വീണ്ടും പ്രതീക്ഷയോടെ ടീമിനെ പിന്തുണച്ചു. മെസ്സി ഇപ്പോൾ തൻ്റെ ലക്ഷ്യം കൂടുതൽ വ്യക്തമായി കണ്ടു: രാജ്യത്തിനായി വലിയ വിജയം നേടുക. വർഷങ്ങളായ പരിശീലനത്തിന് ശേഷം മെസ്സി തൻ്റെ രാജ്യത്തിനായി വലിയ വിജയങ്ങൾ നേടാൻ തുടങ്ങി. ലോകം മുഴുവൻ അദ്ദേഹത്തിൻ്റെ മഹത്വം അംഗീകരിച്ചു. അദ്ദേഹം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ താരങ്ങളിൽ ഒരാളായി മാറി. അദ്ദേഹത്തിൻ്റെ കഥ ഇന്നും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് പ്രചോദനമായി തുടരുന്നു. ഇന്ന് ലയണൽ മെസ്സി എന്ന ഫുട്ബോളിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്ന ഒരു പേജായി മെസ്സി മാറി. 2022 ഖത്തറിൽ നടന്ന ഫിഫ വേൾഡ് കപ്പിൽ ഫുട്ബോൾ ലോകത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ടൂർണമെൻറ്റുകളിൽ ഒന്നായിരുന്നു. ഈ ടൂർണമെൻറ്റിൽ ഏറ്റവും വലിയ കഥകളിലൊന്നാണ് ലയണൽ മെസ്സിയുടെ അത്ഭുതകരമായ യാത്ര. വർഷങ്ങളായി ലോകത്തിലെ മികച്ച താരങ്ങളിൽ ഒരാളായിരുന്നെങ്കിലും വേൾഡ് കപ്പ് കിരീടം അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഇല്ലായിരുന്നു. അതിനാൽ 2022 വേൾഡ് കപ്പ് മെസ്സിക്കും അദ്ദേഹത്തിൻ്റെ രാജ്യമായ അർജൻറ്റീനയ്ക്കും വളരെ പ്രധാനപ്പെട്ട ടൂർണമെൻറ്റായിരുന്നു. ടൂർണമെൻറ്റിൻ്റെ തുടക്കം അർജൻറ്റീന വളരെ ഷോക്കിംഗ് ആയിരുന്നു. ആദ്യ മത്സരത്തിൽ അവർ സൗദി അറേബ്യയോട് തോറ്റു. ഈ തോൽവി ലോകമെമ്പാടുമുള്ള ആരാധകരെ ഞെട്ടിച്ചു. പക്ഷേ മെസ്സി തൻ്റെ ടീമിനെ പ്രോത്സാഹിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് അവസാനമല്ല, നമ്മൾ തിരിച്ചു വരും. അതിനുശേഷം അർജൻറ്റീന ടീം അത്ഭുതകരമായ തിരിച്ചുവരവ് നടത്തി. മെക്സിക്കോയും പോളണ്ടും എതിരായ മത്സരങ്ങളിൽ അവർ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മെസ്സി നിർണായക ഗോളുകൾ നേടി ടീമിനെ മുന്നോട്ട് നയിച്ചു. നോക്കൌട്ട് ഘട്ടത്തിൽ മെസ്സിയുടെ നേതൃപാടവം കൂടുതൽ തെളിഞ്ഞു. ഓസ്ട്രേലിയക്കെതിരെ മത്സരത്തിൽ അദ്ദേഹം ഒരു മനോഹര ഗോൾ നേടി. പിന്നീട് നെതർലാൻഡിനെതിരെ ക്വാർട്ടർ ഫൈനൽ മത്സരം. വളരെ കടുത്ത പോരാട്ടമായിരുന്നു അത്. മത്സരം അവസാന നിമിഷം വളരെ ആവേശകരമായി നീണ്ടു. പെനാൽറ്റി ഷൂട്ടൗട്ടിൽ അർജൻറ്റീന വിജയിച്ചു. ഈ വിജയം ടീമിന് വലിയ ആത്മവിശ്വാസം നൽകി. സെമി ഫൈനലിൽ അർജൻറ്റീന ക്രൊയേഷ്യയെ നേരിട്ടു. ഈ മത്സരത്തിൽ മെസ്സി തൻ്റെ അസാധാരണമായ കഴിവ് ലോകത്തിന് മുന്നിൽ തെളിയിച്ചു. ഒരു ഗോൾ നേടി, കൂടാതെ ഒരു അത്ഭുതകരമായ അസിസ്റ്റ് നൽകി ടീമിനെ 3-0 എന്ന വിജയത്തിലേക്ക് നയിച്ചു. ഈ വിജയം അർജൻറ്റീനയെ ഫൈനലിലേക്ക് എത്തിച്ചു. ലോകമെമ്പാടുമുള്ള ആരാധകർ ഇപ്പോൾ ഒരേ ഒരു ചോദ്യം ചോദിച്ചു: മെസ്സിക്ക് ഒടുവിൽ വേൾഡ് കപ്പ് ലഭിക്കുമോ? ഫൈനൽ മത്സരം അർജൻറ്റീന നാഷണൽ ഫുട്ബോൾ ടീമും ഫ്രാൻസ് നാഷണൽ ഫുട്ബോൾ ടീമും തമ്മിൽ ലഫിയൽ സ്റ്റേഡിയത്തിൽ നടന്നു. ഇത് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും ആവേശകരമായ ഫൈനലുകളിൽ ഒന്നായിരുന്നു. മത്സരത്തിൽ മെസ്സി 2 ഗോളുകൾ നേടി. എന്നാൽ ഫ്രാൻസിൻ്റെ യുവതാരം കിലിയൻ എംബാപ്പെ ഹാട്രിക് നേടി മത്സരം 3-3 ആയി സമനിലയിലെത്തിച്ചു. അവസാന മത്സരം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. ആ നിമിഷം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. അർജൻറ്റീന പെനാൽറ്റിയിൽ വിജയിച്ചു. അതോടെ മെസ്സിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചു: വേൾഡ് കപ്പ് കിരീടം. ട്രോഫി ഉയർത്തിയപ്പോൾ മെസ്സിയുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീരുണ്ടായിരുന്നു. വർഷങ്ങളായ പരിശ്രമത്തിനും സമർപ്പണത്തിനും ലഭിച്ച ഏറ്റവും വലിയ പ്രതിഫലമായിരുന്നു അത്. 2022 വേൾഡ് കപ്പ് വിജയം മെസ്സിയെ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മഹത്തമായ താരങ്ങളിൽ ഒരാളാക്കി. ലോകമെമ്പാടുമുള്ള ആരാധകർ ഈ വിജയം ആഘോഷിച്ചു. നിരവധി യുവതാരങ്ങൾക്കായി മെസ്സിയുടെ കഥ ഒരു വലിയ പ്രചോദനമായി മാറി. ചെറിയ നഗരത്തിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വേദിയിൽ എത്തി ചരിത്രം സൃഷ്ടിച്ച ഒരു മനുഷ്യൻ്റെ കഥയാണിത്.